الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ സന്മാർഗ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ മുമ്പോട്ട് പോകണം എന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. അർഹമർ റാഹിമീനായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഹിജ്റ 1430 ശഅബാൻ മാസം 30-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹിജ്റ 2-ാം വർഷം ശഅബാൻ മാസം 2-ാം തീയതി തിങ്കളാഴ്ചയാണ് റമദാനിലെ വ്രതം നിർബന്ധമാക്കപ്പെട്ടത്. ലോകം റമദാനിന്റെ തണലിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാൻ തണലാണ് എന്ന് വിശദീകരിച്ചത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്നെയാണ്. ശഅബാൻ മാസത്തിന്റെ അവസാന നാളുകളിൽ സമാഗതമാകുന്ന ആത്മീയ വസന്തത്തിന്റെ നാളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ പറഞ്ഞു, അയ്യുഹന്നാസ് ഖദ് അളല്ലക്കും ഷഹ്റുൻ അലീം.
ഷഹറുൻ മുബാറക്കുൻ ഷഹറുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ എന്ന്. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ മേൽ ഒരു പവിത്ര മാസം തണൽ വിരിച്ചിരിക്കുകയാണ്. അത് ധന്യമാണ്, വിശിഷ്ടമാണ്, 1000 മാസങ്ങളെക്കാൾ പുണ്യവത്തായ ഒരു രാവുള്ള മാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകനാണ് റമളാനെ തണൽ എന്ന് പരിചയപ്പെടുത്തിയത്. തീർച്ചയായും ഈ വിശുദ്ധമായ മാസം തണൽ തന്നെയാണ്. ഭൗതിക പ്രമത്തതയുടെ, ദുനിയാസ്നേഹത്തിന്റെ പൊള്ളിക്കുന്ന ചൂടിൽ നമുക്ക് വന്നെത്തിയ ദൈവികമായ കുളിരും തണലുമാണ് വിശുദ്ധ റമളാൻ. ഞാൻ വിശദീകരിക്കേണ്ടതില്ല. നിർബന്ധിക്കപ്പെട്ടാൽ എന്നതുപോലെ മനുഷ്യൻ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലൂടെ തെറ്റുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ, അധർമ്മങ്ങളുടെ ഒരു പ്രളയകാലത്താണ് നമ്മുടെ ജീവിതം. എല്ലാ അർത്ഥത്തിലും ധനം സമ്പാദിക്കാനുള്ള മനുഷ്യന്റെ അതിരുവിട്ട മോഹങ്ങൾ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് എവിടെ അവനെ എത്തിച്ചിരിക്കുന്നു എന്നത് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം, പരത്തിപ്പറയേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. നമ്മുടെ ആവാസ വ്യവസ്ഥ തന്നെ ആകെ താറുമാറായിരിക്കുകയാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. അവിഹിതമായ മാർഗേണ ധനം സമ്പാദിക്കാനുള്ള, പണമുണ്ടാക്കാനുള്ള മനുഷ്യന്റെ മോഹം എല്ലാ മൂല്യങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സുഖാസ്വാദനത്തിന്റെ തൃഷ്ണ വന്ന മനുഷ്യനെ അധിനിവേശം ചെയ്യുകയും ഏറ്റവും ചെറിയ നിഷ്കളങ്കതയുടെ പ്രായത്തിൽ പോലും ഞെട്ടിക്കുന്ന അപരാധങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ മാറിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പത്രം വായിക്കുന്ന നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. 9 വയസ്സുള്ള ബാലൻ ഒഴിവുള്ള ദിവസം നോക്കി ഞായറാഴ്ച അയൽപക്കത്തെ പെൺകുട്ടിയെ മാനഭംഗം ചെയ്യുകയും വളരെ വിദഗ്ധമായി അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും എന്നിട്ട് ആ 9 വയസ്സുകാരൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസമാണ് പത്രങ്ങളിൽ വന്നത്. ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്ന ആ വാർത്തയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതൊരു തെറ്റ്, അല്ലെങ്കിൽ തെറ്റുകളുടെ ലോകത്തൊരു തെറ്റ് സംഭവിച്ചു എന്നതല്ല. 4ഉം 5ഉം 8ഉം 9ഉം ഒക്കെ വയസ്സുള്ള കുട്ടികൾ പോലും ഇത്തരം അരുതായ്മകളെ ഏറ്റവും ആസൂത്രിതമായി കൗശലത്തോടെ അവൻ ബലാത്സംഗം ചെയ്യുക മാത്രമല്ല, അതിനുശേഷം ആ കുട്ടിയെ, 6 വയസ്സുള്ള കുട്ടിയെ വല്ലാതെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഇങ്ങനെ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത ചുറ്റുപാടിൽ പൊള്ളിക്കുന്ന ഈ ഭൗതിക പ്രമത്തതയുടെ, സുഖാസ്വാദനത്തിന്റെ ഞെട്ടിക്കുന്ന ലോകത്തേക്ക് ഓരോ ദിവസവും മനുഷ്യന്റെ മനസ്സ് പൊള്ളിക്കൊണ്ടിരിക്കുന്ന ജീവിതാന്തരീക്ഷത്തിലേക്കാണ് ഖദ് അളല്ലക്കും ഷഹറുൻ നലീം, റമളാൻ മാസം ദൈവികമായ തണലും കുളിർമയുമായി കടന്നുവരുന്നത്. അല്ലാഹു പ്രകൃതിയിൽ നിശ്ചയിച്ച എല്ലാ വ്യവസ്ഥകളും അതിലംഘിച്ചുകൊണ്ട് മനുഷ്യൻ അതിരുകവിച്ചിലിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയാകെ താറുമാറായി അക്ഷരാർത്ഥത്തിൽ തന്നെ മനുഷ്യനെ പൊള്ളിക്കുന്ന ഒരു സ്ഥിതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയും. ആഗോളതാപനം. ഭൂമി പൊള്ളുകയാണ്, ഭൂമിക്ക് പനിക്കുകയാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വ്യവസ്ഥകളെ തകിടം മറിക്കുന്ന രീതിയിൽ മനുഷ്യനവന്റെ സ്വാർത്ഥത്തെ ഊതിവീർപ്പിച്ചുകൊണ്ട് സുഖാസ്വാദനത്തിനും പണസമ്പാദനത്തിനും വേണ്ടി പ്രകൃതിയുടെ വ്യവസ്ഥകളെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഓസോൺ പാളിക്ക് ഓട്ട വീഴുന്നു. ധാരാളം പ്രകൃതി വിരുദ്ധമായ കർമ്മങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. അല്ലാഹു വളരെ ഭംഗിയായി സന്തുലിതമായി പടച്ചുവെച്ച അവന്റെ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയെ മനുഷ്യൻ തകർത്തുകൊണ്ടിരിക്കുന്ന, അതുകൊണ്ട് ഭൂമിക്ക് പനിച്ചുകൊണ്ടിരിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ തന്നെ പൊള്ളിക്കുന്ന ഒരു കാലത്തേക്കാണ് ഖദ് അലല്ലക്കും ശഹ്റുൻ അലീം, വിശിഷ്ടമായ പവിത്രമായ ഈ മാസം തണൽ വിരിച്ചുകൊണ്ട് കടന്നുവരുന്നത്. പാപത്തിന്റെ പ്രളയം ഒരു ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ പുണ്യങ്ങളുടെ ഒരു പൂക്കാലമായിട്ട് റമളാൻ വരികയാണ്. അക്ഷരാർത്ഥത്തിൽ ആകാശങ്ങളിലും ഭൂമിയിലും ആത്മീയതയുടെ വസന്തം സംഭവിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം വതുഗല്ലു ഫീഹി ശയാത്തീൻ എന്ന് പ്രവാചകൻ. അതാ സ്വർഗത്തിന്റെ വാതായനങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നു, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്നു, പിശാചുക്കളെല്ലാം ബന്ധനസ്ഥരാക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വളരെ യാന്ത്രികമായി അതൊക്കെ സംഭവിക്കുന്നു എന്നല്ല അതിനർത്ഥം. മനുഷ്യൻ സ്വയം തീരുമാനിക്കണം, എന്റെ മനസ്സിന്റെ തിന്മയുടെ കവാടങ്ങൾ അടക്കണമോ, അവനവന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തള്ളിത്തുറക്കാനുള്ള ഇച്ഛാശക്തിയോടെ വിശ്വാസി മുമ്പോട്ട് വരുമ്പോൾ തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടും. അഥവാ തുറക്കപ്പെടാൻ സാധ്യതയുള്ള ആ വാതിൽ കണ്ടിട്ട് ലോകം മുഴുവൻ ഈ നന്മയുടെ പുണ്യത്തിന്റെ പൂക്കാലം വന്നിട്ട് ആത്മീയതയുടെ ഈ വസന്തം സംഭവിച്ചിട്ട് ആകാശങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മാലാഖമാർ ചിറക് വിരിച്ച് ഭൂമിയിലേക്ക് നിരന്തരം ഇറങ്ങിക്കൊണ്ടിരുന്നിട്ട് അങ്ങനെ അനുഗ്രഹങ്ങളുടെ ധന്യത എവിടെയും നിറഞ്ഞിട്ട് അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാതെ, അതിനെ പരിഗണിക്കാതെ, അതിനെ ആദരിക്കാതെ, അതിനെ സ്വന്തം ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാതെ, മനസ്സിലേക്ക് കൊണ്ടുവരാതെ വളരെ യാന്ത്രികമായിട്ട് ഈ മാസം വരുമ്പോൾ, കലണ്ടറിൽ ഒരു ഡേറ്റ് മാറുമ്പോൾ സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുകയും നരക കവാടം അടയ്ക്കപ്പെടുകയും അങ്ങനെ പിശാച് ബന്ധനസ്ഥനാവുകയും ചെയ്യുമെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം പിശാച് ബന്ധനസ്ഥനാകുന്നത് എന്റെ ഇച്ഛാശക്തിയുമായി ബന്ധപ്പെട്ടാണ്. പിശാച് എന്നെ പ്രലോഭിപ്പിക്കുന്നു, പിശാച് എന്നെ പ്രേരിപ്പിക്കുന്നു. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, അങ്ങനെ നിർബന്ധിതനാക്കപ്പെട്ടതുപോലെ മനുഷ്യൻ പാപങ്ങളുടെ മാർഗങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ ഇച്ഛാശക്തിയോടുകൂടി തിരിഞ്ഞു നടക്കാൻ കഴിയുന്ന മനുഷ്യന്റെ മുമ്പിലാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതും നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നതും. റസൂലുള്ളാഹി പറഞ്ഞു, ഇത് ഏറ്റവും പവിത്രമായ ഒരു രാവുള്ള മാസമാണ്. ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹ്ർ, ഒരു പുരുഷായുസ് നീണ്ടതിന്റെ പരിശ്രമം കൊണ്ട് സാധിക്കാൻ വയ്യാത്ത ഒരു മഹത്തായ ശ്രേഷ്ഠതയുടെ പുണ്യത്തിന്റെ ഒരു നാൾ വരാനിരിക്കുന്നു. അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിന്റെ അവതരണ വാർഷികത്തിന്റെ മഹത്തായ മുഹൂർത്തമാണ്, ലൈലത്തുൽ ഖദറാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. ശഹ്റു സബ്ർ പ്രവാചകൻ വിശദീകരിച്ചു, ഇത് ക്ഷമയുടെ മാസം, ഇത് സംയമനത്തിന്റെ, സഹനത്തിന്റെ, ധൈര്യത്തിന്റെ, സ്ഥൈര്യത്തിന്റെ മാസം. വസ്സബ്റു സവാബുൽ ജന്ന, ആ സബറിന്റെ സമ്മാനം സ്വർഗമാണെന്ന് പ്രവാചകൻ വിശദീകരിച്ചു. പോരാ, ശഹ്റുൽ മുവാസാത്ത്, ഇത് സഹാനുഭൂതിയുടെ വസന്തമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയലിന്റെ കാലമാണ്. അപ്പുറത്തെ വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ രുചി നീ തിരിച്ചറിയലാണ്. സമ്പന്നതയുടെ വലിയ മണിമാളികകളിൽ താമസിക്കുന്ന നീ അയൽപക്കത്ത് ജീവിക്കുന്ന പാവപ്പെട്ട ദരിദ്രന്റെ ദാരിദ്ര്യത്തിന്റെ, പട്ടിണിയുടെ, കഷ്ടപ്പാടിന്റെ, കണ്ണീരിന്റെ രുചിയെന്തെന്ന് വിശ്വാസി അനുഭവിച്ചറിയുന്ന ദിവസമാണ്. അനുഭവിച്ചറിയുമ്പോൾ അവനോട് അനുതാപമുണ്ടാകുന്നു, അവനോട് മനസ്സിൽ ആർദ്രതയുണരുന്നു, അവിടെ കാരുണ്യത്തിന്റെ ഉറവുകൾ, നീർച്ചാലുകൾ ഒഴുകുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടതുപോലെ റീഹുൽ മുർസലയായി മാറുന്നു. അടിച്ചു വീശുന്ന ഒരു കാറ്റുപോലെ, ഏറ്റവും സാധുവും നിസ്സാരവുമായ ഒരു പുൽത്തുമ്പിനെ പോലും, ഒരു പുൽനാമ്പിനെ പോലും തഴുകിത്തലോടി കടന്നുപോകുന്ന ഒരു കാറ്റുപോലെ, സമൂഹത്തിൽ ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവനെയും പരിഗണിക്കുന്ന ഒരു ഉദാരതയുടെ മനസ്സ് നിന്റെ ഉള്ളിൽ നിന്ന് ഉറപൊട്ടിയൊഴുകുന്ന ശഹ്റുൽ മുവാസാത്ത്, സഹാനുഭൂതിയുടെ വസന്തമാണ് കടന്നുവരുന്നത്. ഇങ്ങനെയുള്ള പുണ്യങ്ങളുടെ പൂക്കാലം, നിന്റെ കീഴിലൊരു ജോലിക്കാരനുണ്ടെങ്കിൽ
നിന്റെ വീട്ടിലൊരു ഭൃത്യനോ ഭൃത്യയോ ഉണ്ടെങ്കിൽ ആ പാവപ്പെട്ട സാധുവിനോട് അവന്റെ ജോലിയിൽ ഇളവ് നൽകാൻ മാത്രം നിന്റെ ആർദ്രത ഉറവൊട്ടിയൊഴുകുന്ന കാലം പ്രവാചകൻ വിശദീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് അതിന് നരകത്തിന്റെ മോചനമാണ് നിനക്ക് സമ്മാനമായി നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. ഇങ്ങനെ ഒരു ഭാഗത്ത് തിന്മകളുടെ മഹാപ്രളയം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധർമ്മങ്ങളുടെ അസഹ്യമായ ചൂടുകൊണ്ട് മനുഷ്യജീവിതം പൊള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അത് അമല്ലക്കും ശഹ്റുൻ നമീം, വിശിഷ്ടമായ ഒരു മാസത്തിന്റെ തണൽ വിരിച്ചു നിൽക്കുകയാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം നമ്മുടെ ഇബാദത്തുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന്, നമ്മുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും എങ്ങനെയാണ് കടന്നുപോകുന്നത് എന്ന്, നമ്മുടെ ജീവിതത്തിലേക്ക് അതിന്റെ സ്വാധീനവും അതിന്റെ പ്രതിഫലനവും അതിന്റെ പ്രകാശവും എന്തുമാത്രം പ്രസരിക്കുന്നുവെന്ന് ഈ സന്ദർഭത്തിൽ, ഈ ശഅബാനിന്റെ അവസാന ദിനത്തിൽ റമദാനിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് വിശകലനം ചെയ്യാനും വിലയിരുത്താനും കഴിയേണ്ടതുണ്ട്. നമുക്കറിയാം, ആരാധനകളിൽ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാം സ്ഥാപിതമായിരിക്കുന്ന സുപ്രധാനമായ സ്തംഭങ്ങളിലൊന്നാണ് പ്രധാനുഷ്ഠാനം എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഇബാദത്തുകൾ, മർഹൂം അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഇതാ പാടത്ത് കർഷകർ കൊത്തിനിർത്തുന്ന പേക്കോലങ്ങളെ പോലെയായല്ലോ ഈ ഉമ്മത്തിന്റെ അവസ്ഥയെന്ന് അദ്ദേഹം പരിതപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കൃഷിക്കാരായ ആളുകൾ വയലിലേക്ക് മൃഗങ്ങൾ വരാതിരിക്കാൻ, പക്ഷികൾ വരാതിരിക്കാൻ ഒരു മനുഷ്യന്റെ കോലമുണ്ടാക്കി ആ പേക്കോലത്തിലൊരു കുപ്പായമിടുവിച്ച് വയലിന്റെ ഓരത്ത് സ്ഥാപിക്കുന്നത് പോലെ, ഇതാ ഇവിടെ ഇപ്പോൾ കാവൽക്കാരനായ ഒരു മനുഷ്യൻ നിൽക്കുന്നു, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് കരുതി പറവകളും മൃഗങ്ങളും പറന്നു മാറിപ്പോകുന്നത് പോലെ കൃഷി സംരക്ഷിക്കാൻ വേണ്ടി കുത്തിനാട്ടി നിർത്തപ്പെട്ട പേക്കോലങ്ങൾ പോലെ ആയിരിക്കുന്നുവല്ലോ ഈ ഉമ്മത്തിന്റെ അവസ്ഥ. ഇവരുടെ ഹഖീഖത്ത് നഷ്ടപ്പെട്ടല്ലോ, ഇവരുടെ യാഥാർത്ഥ്യങ്ങളാണല്ലോ നഷ്ടപ്പെട്ടു പോയത്. സൂറത്ത് മാത്രം അവശേഷിക്കുന്നു, ചിത്രം മാത്രം അവശേഷിക്കുകയാണ് എന്ന് നമ്മുടെ ഇബാദത്തുകളെ സംബന്ധിച്ചും ഇത് വേണമെങ്കിൽ പറയാം. യാന്ത്രികമായി കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇമാമിനോട് നിധി പോയി എന്ന് പരാതിപ്പെട്ട മനുഷ്യന്റെ കഥ പോലെയായിരിക്കുന്നു എന്റെയും നിങ്ങളുടെയും ഇബാദത്തുകളുടെ സ്ഥിതി. നിധി കുഴിച്ചിട്ടെടുത്ത് കാണാനില്ല, ഇമാമിനോട് പോയി പരാതി പറഞ്ഞു. അങ്ങനെയാണല്ലോ പലപ്പോഴും ആളുകൾ ചെയ്യുന്നത്. അന്ധവിശ്വാസങ്ങളിൽ നിൽക്കുന്ന ആളുകൾ, വീട്ടിലെ ഭാര്യയുടെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു, എവിടെയോ വീട്ടിൽ കാണാതെ പോയി, ഉടനെ അവിടെ പരതുന്നതിന് പകരം തങ്ങളോട് ചെന്ന് പറയുകയാണല്ലോ, തങ്ങളുപ്പാപ്പ വീട്ടിലെ മാല പോയി, എന്താണ് പരിഹാരം? അദ്ദേഹമാണ് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുന്നത്. ഇമാമിനോട് പോയിട്ട് പരാതി പറഞ്ഞു, ഈ നിധി കുഴിച്ചിട്ടു, യാത്ര കഴിഞ്ഞു വരുമ്പോ എവിടെയാണെന്ന് മറന്നുപോയി, താങ്കൾ സഹായിക്കണം. ഇമാമ് പറഞ്ഞു, ബുദ്ധിമാനായ ഇമാമ് പറഞ്ഞു, താങ്കൾ പേടിക്കേണ്ട, നമുക്ക് പരിഹാരമുണ്ടാക്കാം. താങ്കൾ നാട്ടിലേക്ക് തിരിച്ചു പോവുക, ചെന്നിട്ട് അംഗശുദ്ധി വരുത്തുക, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക, താങ്കളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇദ്ദേഹം ചെന്നു, ഉളൂവെടുത്തു, നമസ്കരിക്കാൻ കൈകെട്ടി, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതോടുകൂടി എവിടെയാണ് തന്റെ നിധി കുഴിച്ചിട്ടതെന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. വല്ലാത്ത സന്തോഷമായി ഭാവത്തിന് ഓടി ഇമാമിന്റെ മുമ്പിൽ വന്നു. അല്ലയോ, താങ്കൾ എന്നെ സഹായിച്ചതിൽ എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദമുണ്ട്. എങ്ങനെ താങ്കൾക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു മാർഗം പറഞ്ഞു തന്നിട്ട് എന്നെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞപ്പോ ബുദ്ധിമാനായ ഇമാമ് ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാമായിരുന്നു, നിന്റെ സ്വഭാവവും നിന്റെ പെരുമാറ്റവും കണ്ടപ്പോൾ നിന്നെക്കുറിച്ച് എനിക്കൊരു ധാരണ വന്നു. നീ കൈകെട്ടുമ്പോൾ, അല്ലാഹുവിന്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഇബ്ലീസ് നിന്നെ പിടികൂടും എന്നെനിക്കറിയാമായിരുന്നു. നമസ്കാരത്തിൽ നിന്ന് നിന്നെ തെറ്റിക്കുമെന്നറിയാമായിരുന്നു. അവനാണ് നിന്റെ ചങ്ങാതി എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു അക്ബർ പറഞ്ഞപ്പോൾ ഓർമ്മയിൽ നിന്ന് മറഞ്ഞുപോയതെല്ലാം ഓർമ്മയിൽ വരികയാണ്. എവിടെയാണ് നമ്മുടെ ആടിനെ കെട്ടിയ കയറെന്ന് ഓർമ്മ വരുന്നു, എവിടെയാണ് താക്കോല് വെച്ച് മറന്നുപോയതെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഇല്ലാത്ത ചിന്തകളെല്ലാം ഒരു പ്രവാഹമായിട്ട് മനസ്സിലേക്ക് കടന്നു വരുന്നു. ഏകാഗ്രത അല്ലാഹു ഒരു അവസരം നൽകി. ഒരു റക്അത്തിൽ ഏകാഗ്രത കിട്ടിയില്ല, 2ാമത്തെ റക്അത്തിലേക്ക് വന്നു, എന്നിട്ടും ഏകാഗ്രത കിട്ടിയില്ല. അല്ലാഹു വീണ്ടും അവസരം തന്നു. 3ാമതൊരു റക്അത്ത്, അവിടെയും പരിശ്രമിച്ചു കിട്ടിയില്ല. 4ാമതൊരു റക്അത്ത് കൂടി, 4 റക്അത്തുള്ള നമസ്കാരത്തിൽ 4ാമതൊരു ചാൻസ് കൂടി അല്ലാഹു നൽകുന്നു. 4 ചാൻസിലും പരീക്ഷിച്ചിട്ടും പരിശോധിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നമുക്കൊരു നിമിഷം പോലും അല്ലാഹുവിനോട് മുനാജാത്ത് നടത്താൻ നിസ്കാരങ്ങളിലൂടെ സാധിക്കുന്നില്ല. അന്യചിന്തകളെ കഴുകിക്കളയാൻ കഴിയുന്നില്ല. ഒരു നിമിഷമെങ്കിലും ആത്മീയതയുടെ
ആ നിറവില്ല സായുജ്യത്തിൽ സ്വയം മറന്നു നിൽക്കാൻ കഴിയുന്നില്ല. റബ്ബിനോടുള്ള അഭിമുഖ സംഭാഷണമാണ് നമസ്കാരമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഞാൻ നമസ്കരിച്ചിട്ട് എനിക്ക് മിഅ്റാജോ മുനാജാത്തോ ആയി മാറുന്നില്ല. കാരണം നമ്മൾ പരിശോധിക്കണം, യാന്ത്രികമായി മാറുകയാണ്, വളരെ യാന്ത്രികമായി പോവുകയാണ് നമ്മുടെ ഇബാദത്തുകൾ. പരിഹാരം ഒന്നേയുള്ളൂ, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് നിരന്തരം സ്വന്തം മനസ്സിനോട് ചോദിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമസ്കരിക്കുന്നു ഞാൻ എന്തിന്? നോമ്പെടുക്കുന്നു എന്തിന്? ഹജ്ജിന് പോകുന്നു എന്തിന്? സ്വന്തം മനസ്സിനോട് നിരന്തരമായിട്ട് ഈ മുഹാസബയുടെ ചോദ്യം ഉന്നയിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്തിന് ഞാൻ ചെയ്യുന്നു? അപ്പോൾ നമുക്കൊരു ലക്ഷ്യബോധമുണ്ടാകും. ആ ലക്ഷ്യബോധത്തിൽ നിന്ന് മാത്രമേ നമ്മുടെ ഇബാദത്തുകളെ ചൈതന്യപൂർണ്ണമാക്കാൻ നമുക്ക് സാധിക്കൂ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? സൂറത്തുൽ നാരിയാത്ത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടേയില്ല, അള്ളാഹു പറയുകയാണ്. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. എനിക്ക് വഴിപ്പെട്ട് എനിക്ക് സമർപ്പിച്ച് ദൈവാനുസാരിയായി ജീവിക്കാനല്ലാതെ മനുഷ്യ ജിന്നെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് അള്ളാഹു പറയും. അപ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനുള്ള ഇബാദത്ത്, അള്ളാഹുവിനുള്ള സമർപ്പണം. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിന്റെ അനക്കങ്ങളും അടക്കങ്ങളും, നിന്റെ ചിരിയും നിന്റെ കരച്ചിലും അടക്കം, നിന്റെ ഉറക്കവും നിന്റെ നടത്തവും, എന്തിന് നിന്റെ ഭക്ഷണം കഴിക്കലും അല്ല, നിന്റെ ഭാര്യയുമായിട്ടുള്ള സഹശയനം പോലും യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള ഇബാദത്തായി, ധർമ്മമായി, പുണ്യമായി, അള്ളാഹുവിനുള്ള സമർപ്പണമായി മാറ്റുവാൻ ഇതാണ് യഥാർത്ഥത്തിൽ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്നല്ല പറയും. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജീവിതമാകുന്ന ഈ മഹാ ഇബാദത്ത്, ഈ മഹാ ഇബാദത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചേർക്കാൻ വേണ്ടി, ഈ മഹത്തായ ഇബാദത്തിലേക്ക് അവനെ ആനയിക്കാൻ വേണ്ടി, ഈ മഹത്തായ ഇബാദത്തിനുള്ള ഊർജം പകരാൻ വേണ്ടി, ഈ മഹത്തായ ഇബാദത്തിനുള്ള ശക്തിയും ചൈതന്യവും പകർന്നു നൽകാൻ വേണ്ടി, ഈ മഹത്തായ ഇബാദത്തിന് പരിശീലനം നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് ഇസ്ലാമിലെ എല്ലാ മാതൃകാ ഇബാദത്തുകളും എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. കലയ്ക്ക് വേണ്ടിയാണോ എന്നൊരു വിവാദം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. കലയ്ക്ക് വേണ്ടിയാണോ, ജീവിതത്തിന് വേണ്ടിയാണോ? സാഹിത്യകാരന്മാർ നടത്തിയ ഒരു ചേരിപ്പോരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഇബാദത്തിന് വേണ്ടിയല്ല, നമസ്കാരത്തിന് വേണ്ടിയല്ല, നോമ്പിന് വേണ്ടിയോ, സക്കാത്തിന് വേണ്ടിയോ, ഹജ്ജിന് വേണ്ടിയോ അല്ല. വിശുദ്ധ ഖുർആൻ ഒരിക്കലും അങ്ങനെ പരിചയപ്പെടുത്തിയില്ല. അതിന് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം മനുഷ്യന്റെ ജീവിതത്തെ ഇബാദത്താക്കി തീർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഉപലക്ഷ്യങ്ങളാണ്. അല്ലാഹു പറയുന്നു നിസ്കാരത്തെക്കുറിച്ച്, അതാണല്ലോ ഏറ്റവും വലിയ ഇബാദത്ത്, ഏറ്റവും മഹത്തായ ആരാധന, അന്ത്യനാളിൽ ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന ആരാധന. അല്ലാഹു പറഞ്ഞു അഖിമിസ്സലാത്ത ലിദിക്രി, നീ നമസ്കരിക്കണം. എന്തിന്? അഖിമിസ്സലാത്ത ലിദിക്രി, ദിക്റിന് വേണ്ടി നമസ്കരിക്കണം. ദൈവസ്മൃതിയെ നിന്റെ മനസ്സിനെ സജീവമാക്കി നിലനിർത്താൻ വേണ്ടി, ഇതാണ് നമസ്കാരത്തിന്റെ ലക്ഷ്യമെന്ന് വിശദീകരിക്കുന്നു. ദൈവസ്മൃതിയെ സജീവമാക്കി നിലനിർത്തുക. ദൈവവിസ്മൃതിയാണ് എല്ലാ പാപങ്ങളുടെയും കാരണം. ദൈവവിസ്മൃതിയാണ് എല്ലാ അതിരുക വിച്ചിലുകളുടെയും കാരണം. ദൈവവിസ്മൃതിയാണ് ലോകത്ത് എല്ലാ അധർമ്മങ്ങളുടെയും കാരണം. അഴിമതിയുടെ തായ്വേര് ദൈവവിസ്മൃതിയാകുന്നു. എല്ലാം അല്ലാഹുവിനെ മറന്നിട്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളിലൂടെ കടന്നുപോകുന്ന മനുഷ്യ, നിന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, നീ കടയിലിരുന്ന് പണമെണ്ണി വാങ്ങുമ്പോൾ, നിന്റെ ഓഫീസിലിരുന്ന് പണിയെടുക്കുമ്പോൾ, നിയമസഭയിലോ പാർലമെന്റിലോ പ്രസംഗിക്കുമ്പോൾ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ, അല്ല നിന്റെ അടുക്കളയിൽ നിൽക്കുമ്പോൾ, അല്ല നിന്റെ കിടപ്പറയിൽ പെരുമാറുമ്പോൾ, അവിടെയൊക്കെ വേണം ഈ ദിക്ർ. ഈ ദിക്റിന്റെ ഊർജം നിന്റെ ജീവിതത്തിലേക്ക് പ്രസരിപ്പിക്കാനാണ് നമസ്കാരം. അതാണ് നമസ്കാരത്തിന്റെ ലക്ഷ്യം. അഖിമിസ്സലാത്ത ലിദിക്രി. ഇങ്ങനെ വരുമ്പോൾ നമസ്കാരം എന്നത് ഏറ്റവും വലിയ ശക്തിയുടെ ഉപാധിയായി മാറും. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാവിധ നിഷിദ്ധങ്ങളിൽ നിന്നും, എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും, എല്ലാവിധ വൈകൃതങ്ങളിൽ നിന്നും നിന്നെ തടയുന്ന കരുത്താകുന്നു നമസ്കാരമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ അതാണ് നിസ്കാരത്തിന്റെ ലക്ഷ്യം. അപ്പൊ നിസ്കാരത്തിന് വേണ്ടിയല്ല. ഈ നോക്കൂ, സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുത്ഹിറുഹും വതുസക്കീഹിം ബിഹാ. സമൂഹത്തിലെ സമ്പന്നരായ ആളുകളിൽ നിന്ന് സക്കാത്ത് വസൂലാക്കണം. എന്തിനു വേണ്ടി? അവരെ ശുദ്ധീകരിക്കാൻ, അവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ,
അവരുടെ ജീവിതത്തെ സംസ്കരിക്കാൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അപ്പോൾ പണക്കാരിൽ നിന്ന് കേവലം പണം വാങ്ങുന്ന ഒരു ടാക്സ്, ഒരു നികുതി പോലെ വാങ്ങുന്ന ഒന്നല്ല യഥാർത്ഥത്തിൽ സക്കാത്ത്. ആ സക്കാത്തിൽ സാമ്പത്തിക ഇടപാട് മാത്രമല്ല നടക്കുന്നത്. സമ്പത്തുള്ളവൻ അവന്റെ പണത്തിൽ നിന്ന് കുറച്ച് എണ്ണിക്കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, വേറെ ചിലർ വാങ്ങുക മാത്രമല്ല ചെയ്യുന്നത്. അവന്റെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു. സമ്പത്തുമായി ബന്ധപ്പെട്ട അവന്റെ മനസ്സിന്റെ അഴുക്കുകൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു. സമൂഹത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു. സർവോപരി ആ മനുഷ്യൻ നന്നാകുന്നു, അഥവാ അവന്റെ ജീവിതവും മനോഭാവവും കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ സംസ്കരണമാണ് സക്കാത്തിന്റെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ സക്കാത്തിന് വേണ്ടിയല്ല. ഹജ്ജിനെ കുറിച്ച് വിശദീകരിച്ചു അല്ലാഹുവിന്റെ റസൂൽ. ഏറ്റവും വലിയ ആരാധനയാണല്ലോ ഹജ്ജ്, സമ്പൂർണവും സമഗ്രവുമായ ആരാധന. കാരണം ഹജ്ജിൽ സക്കാത്തുണ്ട്, ഹജ്ജിൽ നോമ്പുണ്ട്, ഹജ്ജിൽ നമസ്കാരമുണ്ട്, ഹജ്ജിൽ തസവ്വുഫുണ്ട്, ഹജ്ജിൽ പരിശ്രമമുണ്ട്. എല്ലാം ഉൾച്ചേർന്ന സമ്പൂർണമായ ആരാധനയാകുന്നു ഹജ്ജ്. ആ ഹജ്ജിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു നിശ്ചയിച്ച പരിധികൾ പാലിച്ചുകൊണ്ട്, ആ സൂക്ഷ്മതകൾ പാലിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വന്നു. എങ്ങനെയാണ് അവൻ മടങ്ങി വരുന്നത്? റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. ഒന്നാമത്തെ ദിവസം മാതാവ് പ്രസവിച്ച 1-ാം തീയതി ആ കുട്ടിയുടെ നിഷ്കളങ്കത, അവന്റെ നിർമ്മലമായ മനസ്സ്, ആ മനസ്സോടുകൂടിയാണ് ആ മനുഷ്യൻ തിരിച്ചു വരുന്നത് എന്ന്. ജീവിതത്തിൽ ഇത്രകാലം ചെയ്തുപോയ എല്ലാ പാപങ്ങളുടെ കളങ്കങ്ങളുടെ കറകളും കഴുകിക്കളഞ്ഞ് വെടിപ്പാക്കിയ ഒരു മനുഷ്യൻ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശൈശവ നിഷ്കളങ്കതയോടുകൂടി തിരിച്ചു വരികയാണ്. അവൻ സ്വയം ശുദ്ധീകരിക്കപ്പെടുകയാണ് ഹജ്ജിന്റെ ലക്ഷ്യമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതുകൊണ്ട് നോമ്പിന് വേണ്ടിയല്ല, ഹജ്ജിന് വേണ്ടിയല്ലാത്തതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, അള്ളാഹുവിന്റെ പരമാധികാരം തിരിച്ചറിഞ്ഞ വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു മുമ്പുള്ള സമുദായങ്ങൾക്കും. പഴയകാല നാഗരികതകളിൽ നോമ്പുണ്ടായിരുന്നു. വ്യത്യസ്തമായ സ്വഭാവങ്ങളിലും ഭാവങ്ങളിലുമാണെങ്കിലും നോമ്പുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കും നോമ്പുണ്ട്. എന്തിനു വേണ്ടി? നോമ്പിനു വേണ്ടിയല്ല, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാവാൻ വേണ്ടിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. ആ തഖ്വയുടെ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം. വിശദീകരിക്കുന്നില്ല. തഖ്വയെ സംബന്ധിച്ച് നമുക്കൊക്കെ സാമാന്യമായ ധാരണയുണ്ട്. മഹാദാർശനികനായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തഖ്വയെ നിർവചിച്ചുകൊണ്ടിരിക്കൽ പറഞ്ഞു, തഖ്വയുടെ ലക്ഷണങ്ങൾ പറഞ്ഞു. അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇതാണ് തഖ്വയുള്ള മനുഷ്യന്റെ ലക്ഷണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അള്ളാഹുവിനോടുള്ള ഭയപ്പാട്, പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഒരു പേടി, ആ നാഥൻ തനിക്ക് ഇറക്കിത്തന്ന ജീവിതത്തിന്റെ ഭരണഘടന വിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള അതിനെ അടിസ്ഥാനമാക്കിയുള്ള കർമ്മങ്ങളുടെ ചിട്ടപ്പെടുത്തൽ, ആ നാഥൻ തനിക്ക് കനിഞ്ഞേകിയ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ആ മഈശത്തിൽ തൃപ്തിപ്പെടാനുള്ള, സംതൃപ്തിയടയാനുള്ള ഒരു മനസ്സ്, ലാളിത്യത്തോട് രാജിയാകാനുള്ള മനസ്സ്, തന്റെ നാഥന്റെ സവിധത്തിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം, ആ വേർപാടിന്റെ ദിവസത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പ്, ഇതാണ് മുത്തഖിയായ മനുഷ്യന്റെ ലക്ഷണങ്ങളെന്ന് അലി ഇബ്നു അബീ ത്വാലിബ്. പ്രിയമുള്ളവരെ, അല്ലാഹു പറയുന്നു ലഅല്ലക്കും തത്തഖൂൻ, നോമ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ മുത്തഖീങ്ങളായി മാറുക എന്നതാണ്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, റമളാനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ കാഴ്ചപ്പാടുകളിലേക്കും നമ്മുടെ ഭൗതിക ചിന്താഗതികളിലേക്കും, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് മാറ്റത്തിന്റെ ഒരു കാറ്റ് വീശേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. എന്റെ മനസ്സ് മാറേണ്ടതുണ്ട്, എന്റെ കുടുംബം മാറേണ്ടതുണ്ട്, സമൂഹത്തിൽ ഒപ്പിച്ച പരിവർത്തനം നടക്കേണ്ടതുണ്ട്. ഈ 3 തലങ്ങളിലുമുള്ള മാറ്റമാണ് യഥാർത്ഥത്തിൽ റമളാൻ ആവശ്യപ്പെടുന്നത്. വ്യക്തി എന്ന നിലയിൽ ഏറ്റവും നല്ല മുത്തഖിയായ ഒരു പുതിയ മനുഷ്യനായിട്ട് പുനർജനിക്കുവാൻ റമളാനിലൂടെ, അതിലെ സിയാമിലൂടെ, അതിന്റെ ഖിയാമിലൂടെ കഴിയണം. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. ഒരാൾ അങ്ങനെ നോമ്പെടുത്തു, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന മനസ്സോടെ നിരന്തരം സ്വന്തത്തെ പരിശോധിച്ചുകൊണ്ട് ഒരാൾ നോമ്പെടുത്തു.
എങ്കിൽ അയാളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. അവനൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. പുതിയൊരു വ്യക്തി ഉണ്ടാകണം എന്നർത്ഥം. പുതിയൊരു കുടുംബമുണ്ടാകണം. നമുക്കറിയാമല്ലോ, സവിശേഷമായ രീതികളിലൂടെയാണ് റമദാൻ കാലങ്ങളിൽ നമ്മുടെ വീട് കടന്നു പോകുന്നത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ മാതാപിതാക്കൾ ഒരു പ്രത്യേകമായ ചിട്ടപ്രകാരം പോവുകയാണ്. അത്താഴത്തിനുണരുന്നു, നോമ്പ് തുറക്കുമ്പോൾ സംഗമിക്കുന്നു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, ദീർഘമായ ഖിയാമുൽ ലൈലിൽ പങ്കെടുക്കുന്നു, ഉത്ബോധനങ്ങളും നസീഹത്തുകളും കേൾക്കുന്നു, നല്ല നല്ല പുസ്തകങ്ങൾ, അല്ലാഹുവിന്റെ മാർഗം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നു, സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നു, പാവങ്ങളെ സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ചുറ്റുപാടുകളിലൂടെ നന്മകളുടെ ഒരു പൂക്കാലത്തിലെ ടൈം ടേബിളാണല്ലോ വീട്ടിൽ റമദാൻ മാസത്തിലുണ്ടാവുക. അതിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ മുഖം മാറണം. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിന്റെ സെറ്റപ്പിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ദൈവാനുസാരിയായ ഒരു കുടുംബം, ഒരു ഇബ്രാഹിമി കുടുംബം പോലെ നിന്റെ കുടുംബത്തിൽ മാറ്റം സംഭവിക്കണം. സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാകണം. ഇസ്ലാമിക ഉമ്മത്ത് എന്ന് പറയുന്നത് റമദാൻ മാസത്തിൽ ശാക്തീകരിക്കപ്പെടേണ്ട സമുദായമാണ്. നമ്മുടെ ഊർജം സംഭരിക്കേണ്ടത് റമദാനിലാണ്. റമദാൻ കഴിയുമ്പോഴേക്ക് ശവ്വാലാകുമ്പോൾ ഈ ഉമ്മത്തിന്റെ മുഖലക്ഷണങ്ങൾ മാറണം. അവർ ദൗർബല്യങ്ങളുടെ ഒരു സമൂഹമായി മാറാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, വഖദ് നസല ബിക്കുമുൽ വഹൻ, വഖദ് നസല ബിക്കുമുൽ വഹൻ. അല്ലാഹു ദുർബലതയിട്ട് വരും നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങൾ ഭൂരിപക്ഷമാണെങ്കിലും. ചോദിച്ചു സഹാബിമാർ, എന്താണ് ദൗർബല്യം? പ്രവാചകൻ പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള അതിരുകടന്ന അഭിനിവേശം, മരിക്കാനുള്ള മടി. ഈ ദൗർബല്യങ്ങളെ അതിജയിച്ച ഒരു സമൂഹം, അങ്ങനെ ഒരു സംഘശക്തിയുള്ള ഒരു സമൂഹമായി റമദാനിലൂടെ ശാക്തീകരിക്കപ്പെടണം ഈ സമുദായം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടങ്ങളൊക്കെ നടന്ന റമദാനിലല്ലേ? ബദർ സംഭവിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ കുറെ ആയത്തുകൾ, ഒരു ചരിത്രം ആ സമൂഹത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചു. കാരണം കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ആ കുറഞ്ഞ ആളുകളാണ് ഇസ്ലാമിന് വേണ്ടി പൊരുതേണ്ടത്. ആ ദുർബലരായ ആളുകളുടെ മുമ്പിൽ ഒരു കഥ പറഞ്ഞു. ജാലൂത്ത് എന്ന് പറയുന്ന ഒരു മഹാസാമ്രാജ്യ അധിപതിയുടെ മുമ്പിൽ താലൂത്തിന്റെ നേതൃത്വത്തിൽ പോയ ന്യൂനപക്ഷ സമൂഹം വിജയിച്ച കഥ പറഞ്ഞു. കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ ഹിതപ്രകാരം, അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരം ഏറ്റവും വലിയ ഒരു സാമ്രാജ്യത്വ സൈന്യത്തെ തുരത്തിയോടിച്ച, ആത്മസംയമനം നേടിയ, ആത്മവിശുദ്ധി നേടിയ ഒരു ചെറിയ സംഘമുണ്ടായിരുന്നു. കമ്മിൻ ഫിഅത്തിൻ ഖലീൽ. എത്ര ചെറിയ സംഘമായിരുന്നു അവർ! ആ ചെറിയ സംഘം തോൽപ്പിച്ചിട്ടുണ്ട് എന്ന് ബദറിന് മാസങ്ങൾക്ക് മുമ്പ് അല്ലാഹു സഹാബത്തിനെ അറിയിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ചരിത്രമെന്ന്. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടോ സഹാബത്ത്? അങ്ങനെയാണ് റമദാൻ 17 ബദറിൽ ഏറ്റവും വലിയ വീരേതിഹാസമുണ്ടായത്. വിശദീകരിക്കേണ്ടതില്ലല്ലോ. ആ ബദർ സംഭവിച്ചത് റമദാനിലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. പിന്നീട് ഒരുപാട് പോരാട്ടങ്ങൾ നടന്നു. ആധുനിക കാലഘട്ടത്തിലെത്തുമ്പോൾ നമുക്കറിയാമല്ലോ, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ കുരിശുപടയെ അതിജയിച്ചത് വിശുദ്ധ റമദാനിലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ പോരാട്ടങ്ങൾക്ക് ദൗർബല്യങ്ങൾ അവശേഷിപ്പിക്കാത്ത, ആത്മീയതയുടെ കരുത്തു നേടിയ, ധാർമ്മികതയുടെ ബലമുള്ള ഒരു സമുദായമായി മുസ്ലിം സമൂഹം ശാക്തീകരിക്കപ്പെടാനുള്ള നാളുകളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ. അവരുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു, അവരുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു, അവരുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു, അവരുടെ ജീവിതം ജീർണതകളിൽ നിന്ന് മുക്തമാകുന്നു. അപ്പോൾ കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത്ത് ഫിഅത്തൻ കസീറത്തൻ ബിഇദ്നില്ലാഹ്. എത്രയോ വൻ സൈന്യങ്ങളെ പരാജയപ്പെടുത്തിയ കൊച്ചു കൊച്ചു സംഘങ്ങൾ എന്ന് പറഞ്ഞ ആ മഹത്തായ ധന്യതയിലേക്ക്, ആത്മീയതയുടെ കരുത്തിലേക്ക് ഈ ഉമ്മത്ത് ശാക്തീകരിക്കപ്പെടണം എന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. മക്ക വിജയം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രം നമുക്ക് റമദാനിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റം വരുത്തേണ്ടതുണ്ട്. ആത്മവിചിന്തനത്തിലൂടെ, ആരാധനകളിലൂടെ ആത്മസംസ്കരണത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു വ്യക്തി, കുടുംബ സംസ്കരണം സംഭവിക്കണം, അതുപോലെ തന്നെ സമൂഹ ശാക്തീകരണം സംഭവിക്കണം. ഈ 3 തലങ്ങളിൽ റമദാനിൽ വമ്പിച്ച മാറ്റങ്ങളുടെ കാറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വീശി തുടങ്ങണം. അപ്പോഴേ റമദാൻ സാർത്ഥകമാകൂ. അത്തരമൊരു റമദാൻ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.